ഹായ് ഓൾ, വെൽക്കം ടു സൈലം SSC RRB. സോ നമ്മളെല്ലാവരും നമ്മുടെ SSC പുതിയ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് എന്നാണ് എന്നുള്ള രീതിയിൽ കാത്തിരിക്കുകയാണ്. ഓൾറെഡി എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓൾറെഡി ബേസ് കിട്ടിയവരൊക്കെ തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ SSCയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള പ്രിപ്പറേഷൻ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. എങ്കിൽ നിങ്ങളുടെ ആ പ്രിപ്പറേഷനെ സഹായിക്കാനായിട്ട് സൈലം ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ സൈലം ഹെൽപ്പ് ചെയ്യാൻ ഉതകുന്ന, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഉതകുന്ന ഒരു പുതിയൊരു ബാച്ച് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. SSC CGL PYQ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവിടെയുള്ള PYQs എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ തന്നെ നമ്മൾ പുതിയൊരു പാറ്റേണിലുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടിരുന്നു. GK നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ലെവൽ കൂടിയ തരത്തിലുള്ള, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ തവണ വന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഈ പാറ്റേൺ മനസ്സിലാക്കാനും ആ സിലബസിലൂടെ കടന്നു പോകാനും സഹായിക്കുന്ന ഒരു ബാച്ചാണ് ഇവിടെ SSC CGL PYQ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് PYQസിലൂടെ നമ്മൾ റിവിഷൻ ചെയ്ത് മാക്സിമം കൺസെപ്റ്റുകളിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ്. സോ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ക്ലാസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 120+ hours ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്. ഏതെങ്കിലും വിഷയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ ആ റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ദെൻ 2 to 4 hours പെർ ഡെയിലി ക്ലാസ് ആൻഡ് വീക്ക്ലി 6 to 7 days എന്നുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാക്സിമം ഈ ക്ലാസ്സുകളുടെ യൂസ് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ദെൻ കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റി പൂൾ, റീസണിങ്ങിന് അരുൺ സാറുണ്ട്, ജനറൽ അവയർനെസ്സിന് സ്വന്തം വിഷ്ണു സാറുണ്ട്, ജനറൽ അവയർനെസ് തന്നെ ആർദ്ര മിസ് ഉണ്ട്, മാത്സിനായിട്ട് അജ്മൽ സാറ്, ഗൂഗിൾ സാറ്, ഷാനിബ മിസ് ഉണ്ട്, ഹരീഷ് മാഷ് ഉണ്ട്. ദെൻ GS എടുക്കാനായിട്ട് ഞാനാണുള്ളത്. ദെൻ ഇംഗ്ലീഷിന് അശ്വിൻ സാറും കൂടെ ഉണ്ട്. മാക്സിമം ഈ PYQസിലൂടെ തന്നെ നമ്മൾ കാര്യങ്ങൾ, കോൺസെപ്റ്റുകൾ എല്ലാം കവർ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും. ഫൈനലി നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ആണ്. ക്ലാസ് നോട്ടുകൾ നിങ്ങൾക്ക് PDF ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഇത്രയും ഫീച്ചേഴ്സൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. സോ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് പെട്ടെന്ന് തന്നെ PYQസിലൂടെ റിവൈസ് ചെയ്ത് ഈ ഒരു മെൻ്റൽ സപ്പോർട്ടോട് കൂടി തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉടൻ തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ബാച്ച് ഫീ ആയിരിക്കും നിങ്ങളുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ബാച്ച് ഫീ എന്ന് പറയുന്നത് വെറും 999 രൂപയാണ്. 999 റുപ്പീസാണ് ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത്. ഈ തുച്ഛമായിട്ടുള്ള ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഈ ബാച്ച് അവൈലബിൾ ആണ്. സോ മാക്സിമം എല്ലാവരും തന്നെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ജോയിൻ ചെയ്യുക, പഠനം നല്ല രീതിയിൽ ആരംഭിക്കുക. താങ്ക് യു.